Dear students, in the last class we learned about the different gas laws, and today we can learn about the kinetic molecular theory of gases. The kinetic molecular theory of gases was first proposed by Bernoulli and later extended by Clausius, Maxwell, Boltzmann, van der Waals and Jeans. They provided a theoretical basis for the behavior of gases in terms of a picture of a gas. The basic postulates of the kinetic gas theory are: a gas is composed of large number of very small discrete particles called molecules. All molecules of a given gas are identical but differ from those of another gas. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസ് ആണ്. നമ്മൾ കുറെ ഗ്യാസ് ലോസ് പഠിച്ചു. അതിൽ നിന്ന് അതിനൊക്കെ ക്രോഡീകരിച്ചുണ്ടാക്കിയ ഒരു തിയറിയാണ് ഈ കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് സയന്റിസ്റ്റിന്റെ പിന്നിലുണ്ട് ക്ലോസിയസ്, മാക്സ്വെൽ, അങ്ങനത്തെയൊക്കെ ബെർണോളി പോലത്തെ ഗ്രേറ്റ് സയന്റിസ്റ്റുകളാണ് ഈ പോസ്റ്റ്ലേറ്റ്സ് കൊണ്ടുവന്നത്. ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്യാസിലും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനെ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഗിവൺ ഗ്യാസ്, ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഗ്യാസിൽ ഉള്ള എല്ലാ മോളിക്യൂൾസും ഐഡന്റിക്കൽ ആയിരിക്കും. പക്ഷെ ഹൈഡ്രജനിലുള്ള അതേ മോളിക്യൂൾ ആയിരിക്കില്ല ഓക്സിജനിൽ വേറെ മോളിക്യൂൾസ് ആയിരിക്കും. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഇസ് ദാറ്റ് the molecules are so small that the actual volume is negligible in comparison with the total volume occupied by the gas. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. മോളിക്യൂൾസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അവരുടെ വോളിയം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ടോട്ടൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് അല്ലെങ്കിൽ കണ്ടെയ്നർ ഉള്ള വോളിയം ആയിട്ട് നോക്കുമ്പോൾ ഈ വോളിയം ഓഫ് ദ മോളിക്യൂൾ വേണമെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ്, the molecules within a container are in a state of constant random chaotic motion during which they collide with each other and with the walls of the container. എല്ലാ മോളിക്യൂൾസും കണ്ടെയ്നറിനുള്ളിൽ അനങ്ങാതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, എല്ലാവരും എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുക. റാൻഡം മോഷൻ ആണ്. അങ്ങനത്തെ മോഷനിൽ ചിലപ്പോൾ കൂട്ടിയിടികൾ നടക്കും, ചിലപ്പോൾ കണ്ടെയ്നറിന്റെ പാത്രത്തിലേക്ക് ഇടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തമ്മിൽ കൂട്ടിയിടികൾ നടക്കും. അങ്ങനെയാണ് ഇരിക്കുന്നത്. All molecular collisions are perfectly elastic so that there is no net loss of energy, although there may be a transfer of kinetic energy between the partners in collisions. എല്ലാ കൊളിഷൻസും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി നഷ്ടപ്പെടാത്ത കൊളിഷൻസിനെയാണ് നമ്മൾ എലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എനർജി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം കഴിയുമ്പോൾ ഇതുപോലത്തെ റാൻഡം മോഷൻ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നില്ല. അവര് ഒരിക്കലും എനർജിയിൽ നഷ്ടം വരുന്നില്ല. ചിലപ്പോ ഒരാള് വേറൊരാൾക്ക് ഇത്തിരി കൈനറ്റിക് എനർജി കൊടുക്കും, അപ്പൊ അയാൾക്ക് നഷ്ടപ്പെടും, അപ്പൊ വേറൊരാൾക്ക് ഗെയിൻ ചെയ്യും. അങ്ങനത്തെ ട്രാൻസ്ഫർ ഓഫ് കൈനറ്റിക് എനർജി ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് അത് മാത്രമാണ് നടക്കുന്നുള്ളൂ. Fifth postulate is that the pressure of a gas is due to the elastic bombardment of the moving molecules on the walls of the container. പ്രഷർ, ഗ്യാസിന്റെ പ്രഷർ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്താണ് ഗ്യാസിന്റെ പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് കൂട്ടിയിടികളാണ്. അതായത് കണ്ടെയ്നറിന്റെ വാൾസ് അല്ലെങ്കിൽ ചുമരുകളിൽ അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഇടിക്കുന്നതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പൊ മോളിക്യൂൾസ് എപ്പോഴും പാത്രത്തിലേക്ക് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, പാത്രത്തിന്റെ സൈഡിലേക്ക് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. സിക്സ്ത് പോസ്റ്റ്ലേറ്റ് ഇസ് ദാറ്റ് there are no forces of attraction between the molecules. ആറാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത് ഒരു മോളിക്യൂളും മറ്റേ മോളിക്യൂളും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല എന്നാണ്. Seventh postulate is that at a particular instant, different molecules in a sample of gas may have different velocities and different kinetic energies. But the average kinetic energy of the molecule is proportional to the absolute temperature.
ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ നിമിഷം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മോളിക്യൂളിനും ഡിഫറെന്റ് വെലോസിറ്റിയും ഡിഫറെന്റ് എനർജിയും ആയിരിക്കും. പക്ഷേ എപ്പോഴും ആവറേജ് കൈനറ്റിക് എനർജി, നമ്മൾ എല്ലാവരുടെയും കൂടെ കൺസിഡർ ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അത് എടുക്കുമ്പോൾ അത് എപ്പോഴും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ആനുപാതികമായിരിക്കും. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി കൂടും. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജിയും കുറയും. Eighth postulate is that gravity has no effect on the movement of the molecules. Gravitational force moleculesനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. So let us discuss whether these postulates are valid. The fact that a gas is extremely compressible can be considered as a supporting evidence. The Brownian motion of the particles of a substance can also be a supporting evidence for the motion of molecules. Also, the average kinetic energy remains constant. This is because if the energy of the molecules were lost in collisions, the energy of the gas would be continuously draining away. Also, we can say that each collision of gas on the wall of the container must exert a tiny push or a force, and this force is called the pressure of the gas. A gas, even at a highly compressed one, expands spontaneously when its pressure is lowered. So this suggests that appreciable attractive forces are not present between gaseous molecules. With an increase in temperature, the average molecular velocity and the average kinetic energy of the gas increases, which is also a supporter for the kinetic gas equation. Bromine vapor is very much heavier than air. When a jar containing air is inverted over a jar containing a bromine vapor, it is seen that the gases mix, and the reddish brown vapors of bromine rise into the top jar even if it is much heavier than air. This shows that gravity has no effect on the molecular motion of gases. കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ശരിയാണോ അല്ലയോ എന്ന് അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. എല്ലാ ഗ്യാസിനും നമുക്ക് ഏറ്റവും ചെറിയ സ്മോൾ വോളിയത്തിലേക്ക് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അത് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ഒരു ഗ്യാസ് തിയറിക്ക് ഒരു സപ്പോർട്ടാണ്. പിന്നെ ബ്രൗണിയൻ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബ്രൗണിയൻ മോഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പുകയിലൊക്കെ ഉള്ള പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മുറിയിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്സാഗ് മോഷനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത്. അതൊരു സപ്പോർട്ടാണ് ഈ കൈനറ്റിക് ഗ്യാസ് തിയറിക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മോളിക്കുലാർ കൊളീഷൻസ് ഒക്കെ എപ്പോഴും എലാസ്റ്റിക് ആണ്. ഇൻഎലാസ്റ്റിക് ആയിരുന്നെങ്കിൽ എല്ലാവരുടെയും എനർജി കുറഞ്ഞു അവസാനം ഒരു മോഷനും ഇല്ലാതെ എല്ലാ ഗ്യാസും താഴേക്ക് വന്ന് അടിഞ്ഞേനെ. അപ്പൊ അങ്ങനെ സംഭവിക്കാത്തതിന് അർത്ഥം എന്ന് പറയുന്നത് എല്ലാ കൊളിഷൻസും എലാസ്റ്റിക് ആണ്. പിന്നെ എല്ലാ കൊളിഷനും പാത്രത്തിന്റെ സൈഡിലേക്കും വന്ന് ഇടിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. അതും ഒരു ഇടിക്കേണ്ടത് നമുക്കറിയാവുന്നതാണ്. അതൊരു സപ്പോർട്ടാണ്. പിന്നെ നമുക്കറിയാവുന്നതാണ് എത്ര കംപ്രസ് ചെയ്ത ഗ്യാസ് നമ്മൾ പതുക്കെ പ്രഷർ ലോവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഒരു മുറിയിലാണെങ്കിൽ ആ മുറിയിൽ ഫുൾ സ്പ്രെഡ് ചെയ്യും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് വളരെ കുറവാന്നുള്ളതിനുള്ള സപ്പോർട്ടാണത്. പിന്നെ കൈനറ്റിക് എനർജി കൂടും, വെലോസിറ്റിയും കൂടും നമ്മൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ബ്രോമിൻ ആണ്. ബ്രോമിൻ വളരെ എയറിനേക്കാളും ഹെവിയർ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. പക്ഷെ ബ്രോമിനുള്ള ഒരു ജാറും എയർ ഉള്ള ഒരു ജാറും കൂടി നമ്മൾ കൂട്ടിക്കലർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോമിന് മുകളിലേക്ക് ഉയർന്നു പോകുന്നതും മിക്സ് ആവുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബ്രോമിൻ ഹെവി ആയിട്ട് കൂടി അത് മുകളിലേക്ക് ഉള്ള പാത്രത്തിലേക്ക് നീങ്ങുന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റിക്ക് ഒരു എഫക്റ്റും ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്.
ഇതൊക്കെയാണ് കൈനറ്റിക് ഗ്യാസ് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ. എവറി ഗ്യാസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ് വിച്ച് ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് സൈസ് ആൻഡ് ഡിഫർ ഇൻ ദീസ് പാരാമീറ്റേഴ്സ് ഫ്രം ഗ്യാസ് ടു ഗ്യാസ്. The molecules of a gas is separated from each other by a large distance, so that the actual volume of the gas is negligible as compared to the total volume of the gas. The forces of attraction or repulsion between the molecules are negligible due to the large intermolecular distances. The force of gravitation on the molecules is also supposed to be negligible. ഇതൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. Now let us discuss the derivation of the kinetic gas equation. അപ്പോൾ kinetic gas equation എന്ന് പറഞ്ഞ ഒരു equation നമുക്ക് derive ചെയ്യാനുണ്ട്. Consider n molecules of a gas, each of mass m enclosed within a cube of edge length L, but moving randomly with a considerable range of velocities. Consider a single molecule having a velocity c. This velocity can be resolved into three components: Cx, Cx, Cy, Cz, which are along the x, y and z axis. ഇപ്പോൾ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷനിൽ നമ്മൾ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ക്യൂബ് കരുതുകയാണ്. ആ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് ക്യൂബാണ്, ബോക്സ് ക്യൂബ് ഷേപ്പിലുള്ള ബോക്സ് ആണ്. അതിന്റെ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. n മോളിക്യൂൾസ് അതിന്റെ ഉള്ളിലുണ്ടെന്ന് സങ്കല്പിക്കുക. എല്ലാവരുടെയും മാസ് m ആണ്. അത് മാത്രമല്ല ഒരു സിംഗിൾ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുക C ആണ്. ആ സിക്ക് തന്നെ 3 കമ്പോണൻസ് ഉണ്ടാവും. എക്സ് ആക്സിസിലുള്ള കമ്പോണന്റ് ആണ് Cx, y ആക്സിസിലുള്ള കമ്പോണന്റ് ആണ് Cy, z ആക്സിസിലുള്ളതാണ് Cz. അപ്പൊ അങ്ങനെയാണ് ക്യൂബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? c സ്ക്വയർ, ദ ടോട്ടൽ വെലോസിറ്റി is equal to Cx square plus Cy square plus Cz square. അതാണ് ഇക്വേഷൻ. മൂന്നിന്റെയും കൂടെ സ്ക്വയർ, 3 വെലോസിറ്റിയുടെയും സ്ക്വയറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നെറ്റ് വെലോസിറ്റി കിട്ടും. ഈ സങ്കല്പിക്കുക, അതായത് ഈ മോളിക്യൂള് ഈ എ എന്ന് പറഞ്ഞ സൈഡ്, കണ്ടെയ്നറിന്റെ ഒരു സൈഡാണ് എ എന്ന് പറയുന്നത്. ആ സൈഡിലേക്ക് വന്ന് ഇടിക്കുന്നുണ്ട്. അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് mcx ആണെന്ന് വിചാരിക്കുക. ഇൻ ദ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ mcx വരും. m എന്ന് പറയുന്നത് മോളിക്യൂളിന്റെ മാസും cx എന്ന് പറയുന്നത് മോളിക്യൂളിന്റെ വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷനുമാണ്. നമുക്കറിയാവുന്നതാണ് മൊമെന്റത്തിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസിന്റെ വെലോസിറ്റി ആണ്. അത് നമ്മൾ ചെറുപ്പത്തിൽ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ mcx ആണ് ഇവിടുത്തെ മൊമെന്റം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അത് ഇവിടെ വന്ന് ഈ എ എന്ന് പറഞ്ഞ സൈഡിൽ വന്ന് ഇടിച്ചിട്ട് തിരിച്ച് റീബൗണ്ട് ചെയ്യും. അപ്പൊ റീബൗണ്ട് ചെയ്യുമ്പോഴുള്ള മൊമെന്റം എന്ന് പറയുന്നത് -mcx ആയിരിക്കും. കാരണം വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന കാരണം ഒരു മൈനസും കൂടെ ചേർക്കണം. അപ്പൊ -cx ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ +mcx ഈ ഡയറക്ഷനിൽ -mcx ആണ്. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? mcx, തുടക്കത്തില് mcx മൈനസ് ഓഫ് mcx ആണ്. അപ്പൊ എന്ത് വരും? 2mcx. ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് 2mcx വരും. ഇനി ഈ എ എന്ന് പറഞ്ഞ ഫേസിലേക്ക് വന്നിരിക്കണമെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടത് L ആണ് ഒരു പ്രാവശ്യം. പക്ഷെ ഇവിടെ വന്ന് ഇത്രയും ട്രാവൽ ചെയ്തതിനു ശേഷം അത് തിരിച്ച് അതുപോലെ തന്നെ റീബൗണ്ട് ചെയ്ത് മറ്റേ സൈഡിലേക്കും വന്ന് ഇടിക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നമുക്ക് 2L ആയിട്ട് പറയാം. 2 പ്രാവശ്യം അല്ലെ? ഇങ്ങോട്ട് L പിന്നെ ഇങ്ങോട്ടും ഒരു L, അപ്പൊ 2L. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് കൊളിഷൻസ് ഓൺ ഫേസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ ഫേസ് എയിൽ വന്നുള്ള കൂട്ടിയിടികള് ഒരു സെക്കൻഡിൽ എത്രയുണ്ടാവും? വെലോസിറ്റി Cx ആണ്. അപ്പൊ Cx ഡിവൈഡഡ് ബൈ 2L അല്ലെ? 2L ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടത്. വെലോസിറ്റി Cx ആണ്. അപ്പൊ നമ്പർ ഓഫ് കൊളിഷൻസ് ഓൺ ഫേസ് എ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു Cx ഡിവൈഡഡ് ബൈ 2L. What will be the change in momentum per second? ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 2mcx ആണ്. ഇനി പെർ സെക്കൻഡിലുള്ള കൂട്ടിയിടികൾ എത്രയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ 2mcx into cx by 2L. ഓക്കെ,
ഇപ്പൊ 2mcx ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. പിന്നെ കൂട്ടിയിടികളുടെ എണ്ണം എന്ന് പറയുന്നതാണ് cx/2l. ഇപ്പൊ 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് mcx² ഡിവൈഡഡ് ബൈ l ആണ്. അതാണ് ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ്. ഇനി what will be the total change in momentum per second due to the impact on the two opposite phases along x-axis? ഇവിടെ വന്നിടിച്ചതിന് ശേഷം പിന്നെയും ഇങ്ങോട്ട് ഇടിക്കുന്നുണ്ട്. ഇത് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നതിനുള്ള കൂട്ടിയിടികൾ വരുമ്പോഴുള്ള ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 2mc² x ഡിവൈഡഡ് ബൈ l ആണ്. 2 പ്രാവശ്യം അല്ലെ, 2 പ്രാവശ്യം കൂട്ടിയിടിക്കേണ്ട, ഈ ഫേസിലും കൂട്ടിയിടിക്കേണ്ട, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസിലും കൂട്ടിയിടിക്കേണ്ടത്. അതുകൊണ്ടാണ് 2 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 2mc² x ബൈ l. ഇനി നമ്മൾ ഇതുവരെയും പറഞ്ഞത് എക്സ് ഡയറക്ഷനിലെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ കൂട്ടിയിടികൾ എവിടെ നടക്കേണ്ടത്, y ഡയറക്ഷനിൽ നടക്കേണ്ടത്, z ഡയറക്ഷനിൽ നടക്കേണ്ടത്. അപ്പൊ ആ കമ്പോണൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക, ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ മോളിക്യൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എല്ലാം ആഡ് ചെയ്യുക. 2mc² x ബൈ l പ്ലസ് 2mc² y ബൈ l പ്ലസ് 2mc² z ബൈ l. അതിവിടെ കാണുന്നില്ല, എന്നാലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊക്കെ 2m/l കോമൺ ടേം ആണ്. അപ്പൊ അതിനെ പുറത്തേക്ക് എടുത്തു. അതാണ് ഈ ടേം 2m/l. പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ വരും, c² x പ്ലസ് c² y പ്ലസ് c² z. അപ്പൊ ഇതാണ് കോമൺ ടേം. അതിന് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇത് വന്നു. ഇതെന്താന്ന് നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ട്. വാട്ട് ഇസ് c² x പ്ലസ് cy² പ്ലസ് cz²? ഇറ്റ് ഇസ് ഈക്വൽ ടു c², ടോട്ടൽ വെലോസിറ്റി. അപ്പൊ നമ്മൾ ഇത് എഴുതി 2mc² ബൈ l. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ മോളിക്യൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 2mc² ബൈ l ആണ് കിട്ടി. ഇത് ഓൾറെഡി ഇവിടം വരെ നമ്മൾ ചെയ്തതാണ്. ഇനി ഇത് നമ്മൾ ഒരൊറ്റ മോളിക്യൂളിന്റെ കാര്യമായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരു മോളിക്യൂളിന്റെ മാത്രം ഇതുവരെ കൺസിഡർ ചെയ്തുള്ളൂ. ആ ബോക്സിന്റെ ഉള്ള ഒരു മോളിക്യൂൾ അല്ലാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. വി ഹാവ് n മോളിക്യൂൾസ്. n മോളിക്യൂൾസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും വെലോസിറ്റി ഇതുപോലെ കൺസിഡർ ചെയ്യണം. അപ്പൊ ആദ്യത്തെ മോളിക്യൂളിന്റെ വെലോസിറ്റി നമുക്ക് c1 എന്ന് ഇടാം, രണ്ടാമത്തെ മോളിക്യൂളിന് c2 എന്ന് ഇടാം, അങ്ങനെ പോയി nth മോളിക്യൂളിന്റെ വെലോസിറ്റി cn എന്നും വിളിക്കാം. അപ്പൊ അത്രയും മോളിക്യൂൾസ് ഉണ്ട് ശരിക്കും ഈ ബോക്സിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ് ഫോർ n മോളിക്യൂൾസ് എന്തായിരിക്കും? ഒരു മോളിക്യൂളിനെ നമുക്ക് ഇവിടെ അറിയാവുന്നതാണ് 2mc² ബൈ l ആണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ n മോളിക്യൂൾസിന്റെ ആഡ് ചെയ്യാം. 2mc1² ബൈ l പ്ലസ് 2mc² ബൈ l പ്ലസ് അങ്ങനെ പോയിട്ട് 2mc² n ബൈ l. ഇതിൽ നമുക്ക് കോമൺ ടേം ഉണ്ട്. ഒരു വ്യത്യാസമില്ലാത്ത 2 ടേംസ് ആണ് 2m/l. അതിലൊരു ചേഞ്ചും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ടേമിൽ നിന്ന് ആ 2m/l എന്ന് പറഞ്ഞ ടേമിനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താ പറയുന്നത്, c1² പ്ലസ് c2² പ്ലസ് എത്ര വരെ വരും, cn² വരെ വരും. അത്രയും ഉണ്ട് അല്ലെ? അതാണ് കോമൺ ടേം എടുത്തതിന് ശേഷമുള്ള ബ്രാക്കറ്റിൽ വരുന്ന ടേംസ്. ഇനി നമുക്കറിയാവുന്നതാണ്, ഒരു ഇക്വേഷനെ നമ്മൾ ഒരേ സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസം വരില്ല. അപ്പൊ അങ്ങനെ ഒരു ക്രിയ നമ്മളിവിടെ ചെയ്യാണ്. അത് n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ n വെച്ച് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് n എന്ന് പറയുന്നത്. അതിന് ആ n എന്ന് പറഞ്ഞ ടേമിനെ വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ ഡിവൈഡും ചെയ്യുന്നു. അതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. 2mn/l c1² c2 പ്ലസ് c2² പ്ലസ് cn² ഡിവൈഡഡ് ബൈ n. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് c1² പ്ലസ് c2² പ്ലസ് cn² ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് u² ആണ്. പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവും u²നെ വിളിക്കുന്നത് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നാണ്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി വേറെ ഉണ്ട്. അത് ഇതിന്റെ റൂട്ട് u²ന്റെ റൂട്ടിനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, RMS വെലോസിറ്റി എന്ന് പറയും. RMS വെലോസിറ്റി പറയണത് ഇതിന് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത്. u²നെ മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പൊ c1² പ്ലസ് c2² പ്ലസ് cn² ബൈ n is called the
മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പൊ മീൻ സ്ക്വയർ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു സ്ക്വയർ. അപ്പൊ എന്താ ഇക്വേഷൻ? 2mn u സ്ക്വയർ ബൈ എൽ. ഇതാണ് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ് ഫോർ n മോളിക്യൂൾസ്. ഇനി ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ്, അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫിസിക്സിൽ ഫോഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഇതാണ് ഫോഴ്സ് 2mn u സ്ക്വയർ ബൈ എൽ. Force F is equal to 2mn u square by L. We know that the cube has 6 faces. ക്യൂബിന് 6 ഫേസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ക്യൂബിന്റെ ടോട്ടൽ ഏരിയ 6L സ്ക്വയർ ആയിരിക്കും. കാരണം L ആണ് എഡ്ജ് ലെങ്ത് L ആണ്. ഈ വോളിയം ക്യൂബിന് എന്തായിരിക്കും? L ക്യൂബ് ആയിരിക്കും. ഇതൊക്കെ മാത്സിൽ 10th പഠിക്കുന്ന കാര്യങ്ങളാണ്. ടോട്ടൽ ഏരിയ ഓഫ് എ ക്യൂബ്, വോളിയം ഓഫ് എ ക്യൂബ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് പ്രഷർ എന്താന്ന് നമുക്ക് മെഷർ ചെയ്യാം. നമുക്ക് ഫോഴ്സ് എന്താന്ന് കിട്ടി. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പൊ P is equal to ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2mn u സ്ക്വയർ ബൈ L ഡിവൈഡഡ് ബൈ ഏരിയ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി A എന്ന് പറയുന്നത് എന്താണെന്നറിയാം? 6L സ്ക്വയർ ആണ്. അപ്പൊ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? 6L സ്ക്വയർ. അപ്പൊ എന്ത് സംഭവിക്കും? 2ഉം 6ഉം കൂടെ വെട്ടിപ്പോയിട്ട് ഡിനോമിനേറ്റർ 3 വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് mn u സ്ക്വയർ ബൈ 3L ക്യൂബ്. പിടികിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. L ക്യൂബായി, കാരണം ഇവിടെ ഒരു L ഉണ്ട്, പിന്നെ L സ്ക്വയർ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്ക്. അപ്പൊ L ക്യൂബായി. അപ്പൊ mn u സ്ക്വയർ ബൈ 3V. കാരണം L ക്യൂബ്, വാട്ട് ഇസ് L ക്യൂബ്? L ക്യൂബ് ഇസ് ദ വോളിയം. ഓക്കെ, അപ്പൊ L ക്യൂബിന് പകരം V ഇട്ടു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ mn u സ്ക്വയർ ബൈ 3V ആയി. ഓക്കെ, ഇനി വീനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷന്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പൊ PV എന്ന് വരും. വീനെ ഈ ഇക്വേഷന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ PV ഈക്വൽ ടു വാട്ട്? 1/3mn u സ്ക്വയർ. ഈ ഇക്വേഷനെയാണ് നമ്മൾ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. കൈനറ്റിക് ഗ്യാസ് തിയറിയിൽ നിന്നുണ്ടായ ഇക്വേഷൻ ആണ് ഈ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. PV ഈക്വൽ ടു 1/3mn u സ്ക്വയർ. അതിൽ ഓരോ ടേമും സുപരിചിതമാണ് നിങ്ങൾക്ക്. P is the pressure, V is the volume, M is the mass of the molecule, N is the number of molecules in the given container or in the given cube or in the given box, and U square is the mean square velocity. Mean square velocity ആണ് U square. ഇതാണ് kinetic gas equation. So I hope you understood the derivation of kinetic gas equation. ഇത് ബോർഡിൽ എഴുതി ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ബോർഡിൽ എഴുതാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഇത് ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ ബുക്കിലൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കുക. ഓക്കെ.